അല്ല മോളെ, അവളൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അതിനകത്തെ അവള് ഒത്ത നടുക്ക് ഒരു പളുങ്കുമാലയൊക്കെയാണല്ലോ ഇട്ടോണ്ട് നിൽക്കുന്നത്. അത് ഡയമണ്ട് മാലയാണെന്നാ ഇവിടെ ഒരുത്തി പറയുന്നത്. ആ പറഞ്ഞത് ശരിയാ, അതൊരു ഡയമണ്ട് മാല തന്നെയാ. അവൾക്കേ അവളുടെ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ സമ്മാനിച്ചതാ. ജർമ്മനിയിലുള്ള കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരന്റെ കൈവശം കൊടുത്തുവിട്ടതാ. മോൾക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ലേ? അങ്ങനെയുള്ള കൂട്ടുകാരൊന്നും ഉണ്ണിയണ്ണില്ല, അതുകൊണ്ട് കിട്ടിയില്ല. എന്തുവാ? അത് ഡയമണ്ട് നെക്ലസ് ആടാ പ്രതാപ. അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവളെ സ്വർണം കൊണ്ട് മൂടാൻ ആൾക്കാരുണ്ടല്ലോ പ്രതാപ. അതുപോലുള്ള കൂട്ടുകാരൊന്നും ഉണ്ണിക്കില്ലെന്ന് പറഞ്ഞ കർണമോളുടെ കരച്ചില്. അവൾ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട് പ്രതാപ. കാല് വയ്യെങ്കിൽ എന്താ? അവന്റെ ചേട്ടന് ഉണ്ണിയെക്കാളും സ്വാധീനം ഉണ്ടെന്നാ തോന്നുന്നത്. കാലിനല്ല, സമൂഹത്തിന്. അത് ശരിയാ. പാതി തളർന്നെങ്കിലും അവന്റെ മനസ്സുണ്ടല്ലോ, അത് ഇത്തിരി ഇമ്മണി കുഴപ്പം പിടിച്ച മനസ്സാ. അവനറിയാം അവന്റെ പോരായ്മ എന്താണെന്ന്. അതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കാനാ ഉണ്ണിയെ പല സ്ഥലത്തും കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹവും ആരാധനയൊക്കെ തോന്നൂല്ലോ. എന്ന് വെച്ചാ ഇവിടെ ഒരുത്തി അമ്പലം മുഴുവൻ വിലക്കെടുത്തിരിക്കല്ലേ. പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്യടി, കരയിക്ക്. ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്റെ 2 മക്കൾക്ക് മനസ്സമാധാനം കിട്ടണമെന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അതുകൊണ്ട് നിന്റെ മോൾക്ക് നല്ല മനസ്സമാധാനം കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുഞ്ഞ പന്തിയിൽ തോറ്റുപോയത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് എന്റെ കരണമോള് ഈ വീട്ടിലേക്ക് എങ്ങാനും വന്നാ പിന്നെ നിന്റെ മൂത്ത മോള് കാണുന്നത് വെള്ള പതപ്പിച്ച് കിടന്നിരിക്കുന്ന നിന്നെയായിരിക്കും. കൊത്തിയരിഞ്ഞ് കൊല്ലുടി നിന്നെ. ഈ കല്യാണം മഹാലക്ഷ്മിക്ക് വേണ്ടെന്ന് അമ്മയുടെയും മോന്റെയും കൂടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ. അന്നും ഇതൊക്കെ തന്നെയാ പ്രതാപേട്ടൻ പറഞ്ഞത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ കൊത്തിയെറിഞ്ഞു കൊല്ലൂന്ന്. ആ നേരത്ത് ഞങ്ങൾ അതുമാത്രം അല്ലല്ലോ പറഞ്ഞത്, മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? നിന്റെ മോള് ഞങ്ങളുടെ കൊച്ചിന്റെ അടിമയാകണമെന്ന് കൃത്യമായിട്ട് അവളോട് പറഞ്ഞിട്ടാ അവളെ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചത്. എന്നിട്ടിപ്പൊ ഞങ്ങളുടെ മോളെ അടിമയാക്കാനാ ആ മഹായക്ഷി ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ആ യക്ഷി ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞിന്റെ ചോര കുടിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്റെ കുഞ്ഞിന്റെ നിയന്ത്രണം എന്റെ കയ്യിലല്ല, കണ്ണന്റെ കയ്യിലാ. അതുകൊണ്ട് അമ്മയ്ക്കും പ്രതാപേട്ടനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കണ്ണനോട് പറഞ്ഞാ മതി. ഇവളിതൊക്കെ ആസ്വദിക്കുവാടാ. അവിടെ മോൾക്ക് കുടുംബജീവിതം ഇല്ലെങ്കിലും നമ്മളുടെ വിഷമം കണ്ട് അവളങ്ങ് ആനന്ദിക്കുക. എന്തെങ്കിലും ഒരു ദിവസം ഉത്തരത്തിൽ കിടന്ന് ആടുന്നത് വരെ ഈ ആനന്ദം കാണുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവളുടെ മോളും മരുമോനുമായിട്ട് തന്നെ നമുക്കുണ്ടാക്കി തരും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.